ഫെബ്രുവരി 12 ജനിച്ച അബ്രഹാം ലിങ്കനെക്കുറിച്ച് ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറയുകയുണ്ടായി. തന്റെ ജന്മദേശമായ കെന്റക്കി പട്ടണത്തിലുള്ള മലനിരകളിലെ റോഡുകളിലുള്ള വളവുകളേക്കാൾ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ജീവിതപാതയിലുണ്ടായിരുന്ന വളവുകളെന്ന്. അനേക മനപ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും മറ്റും താൻ നേരിട്ട പ്രതിസന്ധികൾ, വിഷമങ്ങൾ ഒക്കെ എണ്ണിയാൽ തീരാത്തതാണ്. തിരഞ്ഞെടുപ്പുകളിൽ വലിയ മീറ്റിംഗുകൾ നടത്തപ്പെട്ടുവെങ്കിലും അവസാനം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. തിരികെ താൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിലേക്ക് മടങ്ങിപ്പോയി. അവിടെ താൻ മറ്റുള്ളവരോട് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ അദ്ദേഹം നല്ല ഗുണഗണമുള്ള മനുഷ്യനായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഐ വിൽ സ്റ്റഡി, ഗെറ്റ് റെഡി, മൈ ടൈം വിൽ കം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്റെ സമയം നിശ്ചയമായും വരും എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സമയം നിശ്ചയമായും വന്നു ചേർന്നു. അമേരിക്കൻ ഐക്യനാടിന്റെ പ്രസിഡന്റായി അദ്ദേഹം മാറി. അവസരമെന്നത് വിളിക്കാതെ വീടിന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ഓട്ടോറിക്ഷ പോലെയല്ല. നാം ചിലപ്പോൾ അവസരങ്ങൾക്കു വേണ്ടി കാത്തിരിക്കണമെന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടായേക്കാം. അപ്പോഴെല്ലാം നാം ചെയ്യേണ്ടത് മടുത്തുപോകാതെ ലക്ഷ്യത്തിനായി കാത്തിരിക്കണം എന്നതാണ്. മടുത്തുപോകാതെ കാത്തിരിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ആ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെയായി പോകയില്ല. എന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും സാധിക്കുകയില്ല എന്ന ചിന്ത എപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നോ അപ്പോൾ നിങ്ങൾ കണ്ണുകളടച്ച് ഇതെല്ലാം എനിക്ക് സാധിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞുറപ്പിക്കൂ. ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷകൾ അർപ്പിച്ചാൽ അത് നമ്മെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കും. നാം ആഗ്രഹിക്കുന്നതൊന്നും സാധിക്കുന്നില്ല എന്ന നിരാശയോടും വിഷമത്തോടുമാണോ നിങ്ങളായിരിക്കുന്നത്? നിങ്ങളുടെ സമയവും വരും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചുപോയതുമില്ല എന്ന് വചനവും നമ്മോട് പറയുന്നു.